പ്രായമായവരിൽ സോഡിയം കുറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ക്ഷീണം, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, കൺഫ്യൂഷൻ, ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, മസിൽ ക്രാംസ്, തലവേദന, അപസ്മാരം, അബോധാവസ്ഥ തുടങ്ങി മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണിത്. നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് ക്രമീകരിക്കുന്നത് കിഡ്നി, ബ്രെയിൻ, അഡ്രിനൽ ഗ്ലാൻഡ് മുതലായവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഈ അവയവങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ സോഡിയം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വെള്ളം കുടിക്കുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം ഒരുമിച്ച് കുടിക്കുകയാണെങ്കിൽ അതും സോഡിയം കുറയുന്നതിന് ഒരു റീസണാണ്. BP ഉള്ള പേഷ്യൻസ് ഉപ്പിൻ്റെ അളവ് ക്രമാതീതമായി കുറയ്ക്കുമ്പോഴും അവർക്ക് സോഡിയത്തിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി ഡയയൂററ്റിക്സ്, വേദന സംഹാരികൾ മുതലായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴും സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു വരാറുണ്ട്. അമിതമായിട്ട് വിയർക്കുന്നതും ഛർദിയും ലൂസ് മോഷനും ഒക്കെയും സോഡിയം കുറയുന്നതിൻ്റെ മറ്റു കാരണങ്ങളാണ്. സോഡിയം കുറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തക്ക സമയത്ത് തന്നെ വൈദ്യസഹായം നേടേണ്ടതാണ്. എന്നിരുന്നാലും സ്ഥിരമായിട്ട് ഇങ്ങനെ സോഡിയം കുറയുന്ന ടെൻഡൻസി ഉള്ള ആളുകൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം, മോരും വെള്ളം, അതുപോലെ ഇളനീര് മുതലായവയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. എന്നാലും വെള്ളത്തിൻ്റെ അളവ് അധികമാവാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം.